ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം അധ്യായങ്ങൾ 13 മുതൽ 17 വരെയും സങ്കീർത്തനങ്ങൾ 66 മുതൽ 70 വരെയും. പുറപ്പാട് അധ്യായം 13. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ. കർത്താവ് മോശയോട് ഇപ്രകാരം നിർദ്ദേശിച്ചു: ഇസ്രായേല്യരിൽ മനുഷ്യർക്കിടയിലും മൃഗങ്ങൾക്കിടയിലും ഗർഭപാത്രം തുറക്കുന്ന ഓരോ കടിഞ്ഞൂലിനെയും എനിക്കായി വിശുദ്ധീകരിക്കുക. അവൻ എനിക്കുള്ളതാണ്. മോശ ജനത്തോട് പറഞ്ഞു: ഈജിപ്തിൽ നിന്ന് അടിമകളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട ഈ ദിവസം അനുസ്മരിക്കണം. എന്തെന്നാൽ കർത്താവാണ് കരബലത്താൽ നിങ്ങളെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. പുളിപ്പുള്ളത് ഭക്ഷിക്കപ്പെടരുത്. അബീബ് മാസത്തിലെ ഈ ദിവസമാണ് നിങ്ങൾ പുറപ്പെട്ടത്. കാനാന്യർ, ഹിത്യർ, അമോര്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ നാട്ടിലേക്ക് കർത്താവ് നിനക്ക് നൽകാനായി നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്ത പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവിടുന്ന് നിന്നെ പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ ഈ മാസത്തിൽ ഈ അനുഷ്ഠാനം നീ നിർവഹിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം നീ ഭക്ഷിക്കണം. 7-ാം ദിവസം കർത്താവിന്റെ തിരുനാളാണ്. 7 ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ. പുളിപ്പുള്ളത് നിന്റെ പക്കൽ കാണരുത്. പുളിമാവ് നിന്റെ പക്കൽ നിന്റെ അതിർത്തിയിൽ എങ്ങും കാണരുത്. ആ ദിവസം നിന്റെ മകനോട് നീ ഇപ്രകാരം വിവരിക്കണം: ഇത് ഈജിപ്തിൽ നിന്നുള്ള എന്റെ പുറപ്പാടിൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ പ്രതിയാണ്. ഇത് കർത്താവിന്റെ നിയമം നിന്റെ അതിരത്തിൽ ഉണ്ടായിരിക്കേണ്ടതിന് നിനക്ക് നിന്റെ ഭുജത്തിൽ ഒരടയാളമായും കണ്ണുകൾക്കിടയിൽ ഒരു സ്മാരകമായും ഭവിക്കും. എന്തെന്നാൽ കർത്താവാണ് ശക്തമായ കരത്താൽ നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. കാലങ്ങൾ തോറും ഈ ചട്ടം അതിന്റെ നിശ്ചിത സമയത്ത് നീ ആചരിക്കണം. ആദ്യജാതർ കർത്താവിനുള്ളത്. നിന്നോട് നിന്റെ പിതാക്കന്മാരോടും ശപഥം ചെയ്തതുപോലെ കർത്താവ് നിന്നെ കാനാന്യരുടെ ദേശത്ത് പ്രവേശിപ്പിക്കുകയും അത് നിനക്ക് നൽകുകയും ചെയ്യുമ്പോൾ ഓരോ കടിഞ്ഞൂലിനെയും നിനക്കുള്ള മൃഗത്തിന്റെ ഓരോ കടിഞ്ഞൂൽ കുട്ടിയെയും കർത്താവിനായി നീ സമർപ്പിക്കണം. ആൺകുട്ടികൾ കർത്താവിൻ്റെതായിരിക്കും. എന്നാൽ കഴുതയുടെ ഓരോ കടിഞ്ഞൂലിനെയും ഒരു മുട്ടാടിൻ കുട്ടിയെ കൊണ്ട് നിനക്ക് വീണ്ടെടുക്കാം. വീണ്ടെടുക്കുന്നില്ലെങ്കിൽ നീ അതിന്റെ കഴുത്തൊടിക്കണം. നിന്റെ പുത്രന്മാരിൽ ഓരോ കടിഞ്ഞൂലിനെയും നീ വീണ്ടെടുക്കണം. ഇതെന്താണെന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ആരാഞ്ഞാൽ നീ അവനോട് പറയണം: അടിമകളുടെ ഭവനമായ ഈജിപ്തിൽ നിന്ന് കർത്താവാണ് കരബലത്താൽ നിന്നെ പുറത്തു കൊണ്ടുവന്നത്. നമ്മെ വിട്ടയക്കാൻ ഫറവോ വൈമനസ്യം കാണിച്ചപ്പോൾ ഈജിപ്ത് ദേശത്തെ മനുഷ്യ കടിഞ്ഞൂൽ മുതൽ മൃഗക്കടിഞ്ഞൂൽ വരെ സകല ആദ്യജാതരെയും കർത്താവ് സംഹരിച്ചു. അതുകൊണ്ടാണ് ഗർഭപാത്രം തുറക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും ഞാൻ കർത്താവിന് ബലി അർപ്പിക്കുന്നതും എൻ്റെ പുത്രന്മാരുടെ ഓരോ ആദ്യജാതനെയും ഞാൻ വീണ്ടെടുക്കുന്നതും. അത് നിന്റെ ഭുജത്തിൽ ഒരടയാളമായും നിന്റെ കണ്ണുകൾക്കിടയിൽ ഒരു നെറ്റിനാടിയുമായി ഭവിക്കും. എന്തെന്നാൽ കർത്താവാണ് കരബലത്താൽ നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. വഴി നടത്തുന്ന ദൈവം. ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്തീന ദേശത്തിന്റെ വഴി അടുത്തായിരുന്നിട്ടും അതിലൂടെയല്ല ദൈവം അവരെ നയിച്ചത്. കാരണം യുദ്ധം കാണുമ്പോൾ ജനം മനസ്സ് മാറ്റി ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമോ എന്ന് ദൈവം ശങ്കിച്ചു. ദൈവം ജനത്തെ മരുപ്പാതയിലൂടെ ചെങ്കടലിലേക്ക് തിരിച്ചുവിട്ടു. യുദ്ധസജ്ജരായാണ് ഇസ്രായേല്യർ ഈജിപ്ത് ദേശത്ത് നിന്ന് പോന്നത്. മോശ ജോസഫിന്റെ അസ്ഥികളും തന്നോടൊപ്പം എടുത്തു. എന്തെന്നാൽ ജോസഫ് ഇസ്രായേലിയരെ കൊണ്ട് ഇപ്രകാരം ദൃഢപ്രതിജ്ഞ ചെയ്യിച്ചിരുന്നു: ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും. അപ്പോൾ നിങ്ങൾക്കൊപ്പം എൻ്റെ അസ്ഥികളും ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അവർ സൂക്കോത്തിൽ നിന്ന് നീങ്ങി മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഏത്താമിൽ തങ്ങി. അവർക്ക് രാവും പകലും സഞ്ചരിക്കത്തക്ക വിധം വഴി നയിക്കാൻ പകൽ ഒരു മേഘസ്തംഭത്തിലും പ്രകാശമാകേണ്ടതിന് രാത്രി ഒരു അഗ്നിസ്തംഭത്തിലും അവർക്ക് മുൻപേ കർത്താവ് സഞ്ചരിച്ചിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുന്നിൽ നിന്ന് വിട്ടകന്നില്ല. പുറപ്പാട് അധ്യായം 14. ചെങ്കടൽ കടക്കുന്നു. കർത്താവ് മോശയോട് ഇപ്രകാരം നിർദ്ദേശിച്ചു: പിന്തിരിഞ്ഞ് പിഹഹിറോത്തിനു മുൻപിൽ മിഗ്ദോലിനും കടലിനും മധ്യേ പാളയമടിക്കാൻ ഇസ്രായേല്യരോട് പറയുക. ബാൽ സെഫോനിനു മുൻപിൽ അതിന്റെ എതിർവശത്തായി കടപ്പുറത്താണ് നിങ്ങൾ തങ്ങേണ്ടത്. അപ്പോൾ ഫറവോ ഇസ്രായേല്യരെ കുറിച്ച് പറയും: അവർ നാട്ടിൽ ഉഴലുകയാണ്, മരുഭൂമി അവരെ കുടുക്കിയിരിക്കുന്നു. ഫറവോയുടെ ഹൃദയം ഞാൻ കഠിനമാക്കും. അവൻ ഇസ്രായേല്യരെ പിന്തുടരുകയും ചെയ്യും. അങ്ങനെ ഫറവോയിലൂടെയും അവന്റെ സകല സൈന്യത്തിലൂടെയും ഞാൻ മഹത്വം നേടും. ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ അറിയും. അവർ അങ്ങനെ പ്രവർത്തിച്ചു. ജനം പലായനം ചെയ്തെന്ന് ഈജിപ്ത് രാജാവിന് വിവരം കിട്ടിയപ്പോൾ ജനത്തോടുള്ള ഫറവോയുടെയും അവന്റെ സേവകരുടെയും മനോഭാവം മാറി. അവർ പറഞ്ഞു: നാം എന്താണ് ഈ ചെയ്തത്? നമുക്ക് അടിമവേല ചെയ്യുന്നതിൽ നിന്ന് ഇസ്രായേൽക്കാരെ നാം വിട്ടയച്ചല്ലോ.
അവൻ തന്റെ രഥം പൂട്ടി ജനത്തെ തന്നോടൊപ്പം കൂട്ടി. തെരഞ്ഞെടുക്കപ്പെട്ട 600 രഥങ്ങളും ഈജിപ്തിലെ എല്ലാ രഥങ്ങളും അവയ്ക്കെല്ലാം മേൽ നായകന്മാരെയും അവൻ കൂടെ കൂട്ടി. ഈജിപ്ത് രാജാവായ ഫറവോയുടെ ഹൃദയം കർത്താവ് കഠിനമാക്കി. അവൻ ഇസ്രായേല്യരെ പിന്തുടർന്നു. ഇസ്രായേല്യരാകട്ടെ വീര്യത്തോടെ പുറപ്പെടുകയായിരുന്നു. ഈജിപ്തുകാർ അവരെ അനുധാവനം ചെയ്തു. ഫറവോയുടെ സകല കുതിരയും തേരും അവന്റെ കുതിരപ്പടയാളികളും സൈന്യവും കടൽ തീരത്ത് ബാൽ സെഫോനിന്റെ എതിർവശത്ത് പിഹഹിറോത്തിൽ തങ്ങുകയായിരുന്ന അവരുടെ ഒപ്പം എത്തിച്ചേർന്നു. ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേല്യർ കണ്ണുകളുയർത്തി, ഇതാ ഈജിപ്ത് തങ്ങൾക്ക് പിന്നാലെ നീങ്ങുന്നു. അവർ ഏറെ ഭയപ്പെട്ടു. ഇസ്രായേല്യർ കർത്താവിനോട് നിലവിളിച്ചു. അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ മരിക്കാനായി നീ ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നതിലൂടെ നീ ഞങ്ങളോട് എന്താണ് ഈ ചെയ്തിരിക്കുന്നത്? ഈജിപ്തുകാരെ സേവിക്കാനായി ഞങ്ങളെ തനിയെ വിട്ടേക്കൂ എന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞ കാര്യം ഇത് തന്നെയല്ലേ? തീർച്ചയായും മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് മെച്ചം ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിന്ന് കർത്താവിന്റെ രക്ഷ കാണുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അത് ചെയ്യും. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ ഇനി ഒരിക്കലും നിങ്ങൾക്ക് കാണേണ്ടി വരികയില്ല, തീർച്ച. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ എന്തിന് എന്നോട് നിലവിളിക്കുന്നു? ഇസ്രായേല്യരോട് മുന്നോട്ട് നീങ്ങാൻ നിർദ്ദേശിക്കുക. നിന്റെ വടിയുയർത്തി കടലിന് മീതെ കൈനീട്ടി അതിനെ വിഭജിക്കുക. അപ്പോൾ ഇസ്രായേല്യർ കടലിന്റെ നടുവെ വരണ്ട നിലത്തിലൂടെ കടന്നുപോകും. ഇതാ ഞാൻ ഈജിപ്തുകാരുടെ ഹൃദയം കഠിനമാക്കുകയാണ്. അവർ അവരുടെ പിന്നാലെ വരും. അങ്ങനെ ഫറവോയിലൂടെയും അവന്റെ സകല സൈന്യം, തേർ, കുതിരപ്പടയാളികൾ എന്നിവരിലൂടെയും ഞാൻ മഹത്വം വരിക്കും. ഫറവോയിലൂടെയും അവന്റെ രഥത്തിലൂടെയും അശ്വസേനയിലൂടെയും ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ അറിയും. ഇസ്രായേൽ പാളയത്തിനു മുമ്പേ സഞ്ചരിച്ചിരുന്ന ദേവദൂതൻ നീങ്ങി അവരുടെ പിന്നാലെ സഞ്ചരിച്ചു തുടങ്ങി. മേഘസ്തംഭവും അവരുടെ മുൻപിൽ നിന്ന് നീങ്ങി അവരുടെ പിന്നിലായി വന്നു നിന്നു. അവിടുന്ന് ഈജിപ്ത് പാളയത്തിന്റെയും ഇസ്രായേൽ പാളയത്തിന്റെയും ഇടയിൽ വന്നു. മേഘവും ഇരുട്ടുമുണ്ടായി. അവിടുന്ന് രാത്രിയെ പ്രകാശിപ്പിച്ചു. രാത്രി മുഴുവൻ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനായില്ല. മോശ കടലിനു മീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ ഇളക്കി. അവിടുന്ന് കടലിനെ വരണ്ട നിലമാക്കുകയും ചെയ്തു. അങ്ങനെ വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേലിയർ ഉണങ്ങിയ നിലത്ത് കടലിന് നടുവേ നടന്നുപോയി. അവരുടെ വലത്തും ഇടത്തും വെള്ളം അവർക്ക് മതിലായി തീർന്നു. ഈജിപ്തുകാർ പിന്തുടർന്നു. ഫറവോയുടെ സകല കുതിരയും അവന്റെ രഥവും അശ്വസൈന്യവും അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പുലരിയുടെ യാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിന്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്ത് പാളയത്തിലേക്ക് നോക്കി. അവിടുന്ന് ഈജിപ്ത് പാളയത്തെ പരിഭ്രാന്തമാക്കി. അവിടുന്ന് അവന്റെ രഥങ്ങളുടെ ചക്രം വേർപെടുത്തി. തന്മൂലം അവനത് ഏറെ പണിപ്പെട്ടാണ് തെളിച്ചത്. അപ്പോൾ ഈജിപ്ത് പറഞ്ഞു, ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് ഞാൻ രക്ഷപ്പെടട്ടെ. എന്തെന്നാൽ കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ കർത്താവ് മോശയോട് കൽപ്പിച്ചു, വെള്ളം ഈജിപ്തിന്റെ മേലും അവന്റെ രഥത്തിന്റെയും അശ്വസേനയുടെയും മേലും മടങ്ങി വരേണ്ടതിന് നിന്റെ കരം കടലിനു മീതെ നീട്ടുക. മോശ കടലിനു മീതെ കൈനീട്ടി. പ്രഭാതത്തോടെ കടൽ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി. ഈജിപ്തുകാർ തിരിഞ്ഞോടിയത് അതിനെ എതിരേൽക്കാനായിരുന്നു. അങ്ങനെ കർത്താവ് കടലിന്റെ നടുവിൽ ഈജിപ്തുകാരെ കശക്കി. കടലിൽ അവരുടെ പിന്നാലെ വരികയായിരുന്ന ഫറവോയുടെ സൈന്യം മുഴുവനിലും പെട്ട തേരിനെയും കുതിരപ്പടയാളികളെയും വെള്ളം തിരിച്ചെത്തി മൂടിക്കളഞ്ഞു. അവരിൽ ഒരുവൻ പോലും അവശേഷിച്ചില്ല. എന്നാൽ ഇസ്രായേല്യർ ഉണങ്ങിയ നിലത്ത് കടലിന് നടുവേ നടന്നു. അവരുടെ വലത്തുമിടത്തും വെള്ളം അവർക്ക് മതിലായി തീർന്നു. അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രായേലിനെ ഈജിപ്തിന്റെ കരത്തിൽ നിന്ന് രക്ഷിച്ചു. മരിച്ചു കിടക്കുന്ന ഈജിപ്തുകാരെ ഇസ്രായേൽക്കാർ കടൽ തീരത്ത് കണ്ടു. കർത്താവ് ഈജിപ്തിൽ പ്രകടമാക്കിയ മഹാഭുജം ഇസ്രായേൽക്കാർ കണ്ടു. ജനം കർത്താവിനെ ഭയപ്പെട്ടു. കർത്താവിലും അവിടുത്തെ ദാസനായ മോശയിലും അവർ വിശ്വസിക്കുകയും ചെയ്തു. പുറപ്പാട് അധ്യായം 15. ഇസ്രായേലിന്റെ സമുദ്രകീർത്തനം. ആ സമയം മോശയും ഇസ്രായേല്യരും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കർത്താവിനായി ഈ ഗാനം ആലപിച്ചു. കർത്താവിനായി ഞാൻ പാടും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനായിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. എൻ്റെ ശക്തിയും ഗാനവും കർത്തനാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. ഇതാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ പുകഴ്ത്തും.
കർത്താവ് യോദ്ധാവാകുന്നു, കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം. ഫറവോയുടെ രഥങ്ങളെയും സൈന്യത്തെയും അവിടുന്ന് കടലിലെറിഞ്ഞു. അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സേനാനായകർ ചെങ്കടലിൽ ആഴ്ന്നു. ആഴങ്ങൾ അവരെ മൂടി, അവർ കല്ലുപോലെ അഗാധങ്ങളിലേക്ക് താണു. കർത്താവെ, അങ്ങയുടെ വലതു കൈ ശക്തി പൂണ്ടിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലതു കൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു. അങ്ങയുടെ ഔന്നത്യത്തിന്റെ ശ്രേഷ്ഠതയാൽ അങ്ങ് പ്രതിയോഗികളെ നിലം പരിചാക്കുന്നു. അങ്ങയുടെ കോപാഗ്നി അങ്ങ് അയക്കുന്നു, അത് അവരെ കച്ചി പോലെ വിഴുങ്ങുന്നു. അങ്ങയുടെ നിശ്വാസത്താൽ ജലം ഉയർന്നു പൊങ്ങി, പ്രവാഹങ്ങൾ അണക്കെട്ടുപോലെ നിലയുറപ്പിച്ചു. കടലിന്റെ അന്തരാളത്തിൽ ആഴങ്ങൾ ഘനീഭവിച്ചു. ശത്രു പറഞ്ഞു, ഞാൻ പിന്തുടരും, മുന്നേറും, കൊള്ളവസ്തു പങ്കുവയ്ക്കും. എൻ്റെ അഭിലാഷം അവരെ കവിഞ്ഞൊഴുകും. ഞാൻ എൻ്റെ വാൾ ഊരും, എൻ്റെ കരം അവരെ സ്വന്തമാക്കും. അങ്ങയുടെ കാറ്റുകൊണ്ട് അങ്ങ് വീശി കടൽ അവരെ മൂടി. ആഴക്കയത്തിൽ ഈയം പോലെ അവർ ആണ്ടു. കർത്താവെ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? വിശുദ്ധിയിൽ പ്രശോഭിതനും സ്തുതികളിൽ ഭീതിതനും വിസ്മയം പ്രവർത്തിക്കുന്നതിനുമായ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? അങ്ങ് വലതു കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. അങ്ങ് വീണ്ടെടുത്ത ഈ ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. അങ്ങേ വിശുദ്ധിയുടെ വസതിയിലേക്ക് അങ്ങേ ശക്തിയാൽ അങ്ങ് ആനയിച്ചു. ജനങ്ങൾ അത് കേട്ടു വിറകൊണ്ടു. ഫിലിസ്തീൻ നിവാസികളെ ആകുലത ഗ്രസിച്ചു. ഏദോം പ്രഭുക്കന്മാർ തീർത്തും പരിഭ്രാന്തരായി. മോവാബിന്റെ ശക്തന്മാരെ വിറയൽ ഗ്രസിച്ചു. കാനാൻ നിവാസികളാകെ ഉരുകിപ്പോയി. ഭീതിയും പരിഭ്രാന്തിയും അവരുടെ മേൽ നിബദിച്ചു. അങ്ങയുടെ ഭുജവലുപ്പത്താൽ അവർ ശിലാതുല്യം നിശ്ചലരായി. കർത്താവെ, അങ്ങയുടെ ജനം കടന്നു പോകുന്നതുവരെ, അങ്ങ് വിലയ്ക്ക് വാങ്ങിയ ഈ ജനം കടന്നു പോകുന്നതുവരെ, കർത്താവെ, അങ്ങയുടെ അവകാശമായ മലയിൽ അങ്ങ് അവരെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കും. അങ്ങേക്ക് വസിക്കാനായി അങ്ങ് ഒരു മാളിക നിർമ്മിക്കും. എൻ്റെ നാഥ, അങ്ങയുടെ കരങ്ങൾ ഒരു വിശുദ്ധ നിവാസം സ്ഥാപിക്കും. കർത്താവ് എപ്പോഴും എന്നേക്കും രാജാവായിരിക്കും. തേരോടും കുതിര പടയാളികളോടുമൊപ്പം ഫറവോയുടെ കുതിര കടലിലെത്തിയപ്പോൾ കർത്താവ് കടൽ വെള്ളം അവരുടെ മേൽ തിരികെ പായിച്ചു. ഇസ്രായേലിയരാകട്ടെ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്ത് നടന്നു. അപ്പോൾ അഹറോന്റെ സഹോദരിയായ മിരിയാം പ്രവാചിക തന്റെ കയ്യിൽ തപ്പെടുത്തു. അവളുടെ പിന്നാലെ തപ്പുകളോടും നൃത്തങ്ങളോടെയും സ്ത്രീകളെല്ലാവരും പുറപ്പെട്ടു. മിരിയാം അവർക്ക് പാടിക്കൊടുത്തു. കർത്താവിനായി നിങ്ങൾ പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനായിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. മാറ, ഏലീം താവളങ്ങൾ. ചെങ്കടലിൽ നിന്ന് മോശ ഇസ്രായേൽക്കാരെ മുൻപോട്ട് നയിച്ചു. അവർ ഷൂർ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. മരുഭൂമിയിൽ 3 ദിവസം നടന്നിട്ടും അവർ വെള്ളം കണ്ടെത്തിയില്ല. അവർ മാറായിൽ വന്നെത്തി. മാറായിലെ വെള്ളം കയ്പുള്ളതായിരുന്നതിനാൽ അവർക്കത് കുടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അതിനെ മാറ എന്ന് പേര് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. അവൻ കർത്താവിനോട് നിലവിളിച്ചു. കർത്താവ് അവനെ ഒരു മരം ചൂണ്ടിക്കാണിച്ചു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. അവിടുന്ന് അവന് വേണ്ടി ഒരു ചട്ടവും ന്യായപ്രമാണവും അവിടെ വെച്ച് വ്യവസ്ഥ ചെയ്തു. അവിടെ അവിടുന്ന് അവനെ പരിശീലിപ്പിച്ചു. അവിടുന്ന് അരുൾ ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം കേൾക്കുകയും അവിടുത്തെ ദൃഷ്ടികളിൽ നേരായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾക്ക് ചെവി കൊടുക്കുകയും അവിടുത്തെ ചട്ടങ്ങളെല്ലാം കാത്തു പാലിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ ഞാൻ വരുത്തിയ വ്യാധിയൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. എന്തെന്നാൽ നിന്നെ സുഖപ്പെടുത്തുന്ന ഞാനാണ് കർത്താവ്. പിന്നീട് അവർ ഏലിമിലേക്ക് വന്നെത്തി. അവിടെ 12 നീരുറവുകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. അവിടെ ജലാശയത്തിങ്കൽ അവർ പാളയമടിച്ചു. പുറപ്പാട് അധ്യായം 16. മന്നായും കാടപക്ഷിയും. ഏലിമിൽ നിന്ന് നീങ്ങിയ ഇസ്രായേല്യ സമൂഹം മുഴുവൻ ഈജിപ്റ്റ് നാട്ടിൽ നിന്ന് തങ്ങൾ പുറപ്പെട്ടതിന്റെ 2-ാം മാസം 15-ാം തീയതി ഏലിമിനും സീനായ്ക്കുമിടയ്ക്കുള്ള സീൻ മരുഭൂമിയിലെത്തി. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേല്യ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനുമെതിരെ പിറുപിറുത്തു. ഇസ്രായേലിയർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം ഭക്ഷിക്കവേ കർത്താവിന്റെ കരത്താൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ മരിച്ചിരുന്നുവെങ്കിൽ. എന്തെന്നാൽ ഞങ്ങളുടെ ഈ കൂട്ടം മുഴുവനെയും പട്ടിണി കൊണ്ട് കൊല്ലാനാണ് ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. കർത്താവ് മോശയോട് പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും. ജനം പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കുമുള്ളത് അതത് ദിവസം അവർ ശേഖരിക്കട്ടെ. അങ്ങനെ ഞാൻ അവർ എന്റെ നിയമത്തിൽ വ്യാപരിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കും. 6-ാം ദിവസമാകട്ടെ
അവർ കൊണ്ടുവരുന്നത് തയ്യാറാക്കുമ്പോൾ അത് ദിനം പ്രതി അവർ ശേഖരിക്കുന്നതിന്റെ ഇരുമടങ്ങാകും. മോശയും അഹരോനും എല്ലാ ഇസ്രായേലിയരോടുമായി പറഞ്ഞു, കർത്താവാണ് ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതെന്ന് സന്ധ്യയ്ക്ക് നിങ്ങൾ അറിയും. പ്രഭാതത്തിലാകട്ടെ കർത്താവിനെതിരെയുള്ള നിങ്ങളുടെ പിറുവിറുപ്പുകൾ അവിടുന്ന് കേട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ മഹത്വം ദർശിക്കും. നിങ്ങൾ ഞങ്ങൾക്കെതിരെ പിറുപിറുക്കാൻ മാത്രം ഞങ്ങൾ ആരാണ്? മോശ പറഞ്ഞു, അവിടത്തേക്കെതിരെ നിങ്ങൾ നടത്തിയ പിറുപിറുപ്പുകൾ കർത്താവ് കേൾക്കുന്നതിലും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുവോളം അപ്പവും കർത്താവ് തരുന്നതിലും ഞങ്ങൾ ആരാണ്? ഞങ്ങൾക്കെതിരെയല്ല നിങ്ങളുടെ പിറുപിറുപ്പുകൾ, മറിച്ച് കർത്താവിനെതിരെയാണ്. അനന്തരം മോശ അഹരോനോട് പറഞ്ഞു, ഇസ്രായേലി സമൂഹം മുഴുവനോടുമായി പറയുക, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവേൻ, എന്തെന്നാൽ അവിടുന്ന് നിങ്ങളുടെ പിറുപിറുപ്പുകൾ കേട്ടിരിക്കുന്നു. അഹരോൻ ഇസ്രായേലി സമൂഹം മുഴുവനോടും സംസാരിക്കവേ അവർ മരുഭൂമിയിലേക്ക് മുഖം തിരിച്ചു. അപ്പോൾ അതാ കർത്താവിന്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷമായി. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, ഇസ്രായേലിയരുടെ പിറുപിറുപ്പുകൾ ഞാൻ കേട്ടു. നീ അവരോട് ഇപ്രകാരം സംസാരിക്കുക, സായം സന്ധ്യയ്ക്ക് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ നിങ്ങൾ അപ്പം കൊണ്ട് തൃപ്തിയടയും. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷിക്കൂട്ടം ഉയർന്ന് പാളയം മൂടി. പ്രഭാതത്തിലാകട്ടെ പാളയത്തിനു ചുറ്റും ഹിമവിരിപ്പുണ്ടായിരുന്നു. ഹിമവിരിപ്പ് ഉയർന്നപ്പോൾ ഇതാ മരുഭൂമിയുടെ ഉപരിതലത്തിൽ നേർത്ത ഒരു ചെതുമ്പൽ വസ്തു, ഭൂമിയിലെ മഞ്ഞുപോലെ നേർത്തയൊന്ന്. ഇത് കണ്ടിട്ട് ഇസ്രായേലിയർ പരസ്പരം ചോദിച്ചു, മൻഹു, കാരണം അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശെ അവരോട് പറഞ്ഞു, അതാണ് കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പം. കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കാര്യം ഇതാണ്, അത് ഭക്ഷിക്കാനുള്ള ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ അതിൽ നിന്ന് ശേഖരിക്കുവേൻ. ഒരുവന്റെ കൂടാരത്തിലുള്ള നിങ്ങളുടെ ആളുകളുടെ തലയെണ്ണം അനുസരിച്ചുള്ള ഓമർ നിങ്ങൾക്കെടുക്കാം. ഇസ്രായേല്യർ അപ്രകാരം ചെയ്തു. കൂടുതൽ വേണ്ടവനും കുറച്ചു വേണ്ടവനും ശേഖരിച്ചു. പിന്നീട് ഓമർ കൊണ്ട് അവർ അളന്നപ്പോൾ കൂടുതലുള്ളവന് ബാക്കി വെക്കേണ്ടി വന്നില്ല, കുറവുള്ളവന് തികയാതെയും വന്നില്ല. അത് ഭക്ഷിക്കാനുള്ള ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് അവർ ശേഖരിച്ചു. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് പ്രഭാതത്തിലേക്ക് അവശേഷിപ്പിക്കാതിരിക്കട്ടെ. എന്നാൽ മോശയെ ശ്രവിക്കാതെ ആളുകൾ അതിൽ നിന്ന് പ്രഭാതത്തിലേക്ക് അവശേഷിപ്പിച്ചു. അത് പുഴുക്കൾ നിറഞ്ഞ് ദുർഗന്ധം വമിച്ചു. മോശ അവരോട് കോപിച്ചു. ഓരോരുത്തരുടെയും ഭക്ഷണത്തിന് ആവശ്യമനുസരിച്ച് പ്രഭാതം തോറും അവർ അത് ശേഖരിച്ചു. വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോയിരുന്നു. 6-ാം ദിവസം ഓരോരുത്തർക്കും വേണ്ടി 2 മടങ്ങ് ഭക്ഷണം, അതായത് ഓമറിന്റെ ഇരട്ടി അവർ ശേഖരിക്കുന്നത് സമൂഹ നേതാക്കളെല്ലാം വന്ന് മോശയോട് വിവരിച്ചു. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. നാളെ സാബത്താണ്, കർത്താവിനുള്ള വിശുദ്ധ സാബത്ത്. നിങ്ങൾ ചുടാനുള്ളത് ചുടുവേൻ, വേവിക്കാനുള്ളത് വേവിക്കുവേൻ. അധികം വരുന്നത് മുഴുവൻ നിങ്ങൾക്കായി പ്രഭാതത്തിലേക്ക് കരുതലായി മാറ്റിവെക്കുവേൻ. മോശ കൽപ്പിച്ചതുപോലെ അവർ അത് പ്രഭാതത്തിലേക്ക് മാറ്റിവെച്ചു. അത് ദുർഗന്ധം വമിച്ചില്ല, അതിൽ പുഴു ഉണ്ടായതുമില്ല. മോശ പറഞ്ഞു, ഇന്ന് നിങ്ങൾ അത് ഭക്ഷിച്ചുകൊള്ളുവേൻ, കാരണം ഇന്ന് കർത്താവിനുള്ള സാബത്താണ്. ഇന്ന് പുറത്ത് നിങ്ങൾ അത് കണ്ടെത്തുകയില്ല. 6 ദിവസം നിങ്ങൾ അത് ശേഖരിക്കണം. 7-ാം ദിനത്തിൽ സാബത്തിൽ അതുണ്ടായിരിക്കുകയില്ല. 7-ാം ദിവസം ജനത്തിൽ നിന്ന് ചിലർ അത് ശേഖരിക്കാനായി പുറത്തിറങ്ങിയെങ്കിലും കണ്ടെത്തിയില്ല. അപ്പോൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു, എത്ര നാൾ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാൻ നിങ്ങൾ വിസമ്മതിക്കും? കർത്താവ് നിങ്ങൾക്ക് സാബത്ത് നൽകിയിരിക്കുന്നുവെന്ന് കാണുവേൻ. അതുകൊണ്ടാണ് 6-ാം ദിവസം അവിടുന്ന് നിങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള ഭക്ഷണം തരുന്നത്. 7-ാം ദിവസം നിങ്ങൾ ഓരോരുത്തരും സ്വസ്ഥാനത്ത് തന്നെ കഴിയുവേൻ. ആരും തന്റെ സ്ഥലത്ത് നിന്ന് പുറത്തു പോകരുത്. അങ്ങനെ 7-ാം ദിവസം ജനം വിശ്രമിച്ചു. ഇസ്രായേൽ ഭവനം അതിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയായിരുന്നു, വെളുത്തതായിരുന്നു. അതിന്റെ രുചി തേൻ ചേർത്ത അടിയതുപോലെയായിരുന്നു. മോശ പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്ന കാര്യം ഇതാണ്. നിങ്ങളുടെ തലമുറകൾക്ക് സൂക്ഷ്യത്തിനായി നീ അതിൽ നിന്ന് 1 ഓമർ നിറയ്ക്കുക. ഇത് ഈജിപ്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് നിങ്ങളെ ഊട്ടിയ ഭക്ഷണം അവർ കാണേണ്ടതിനാണ്. മോശ അഹരോനോട് പറഞ്ഞു, ഒരു പാത്രമെടുത്ത് 1 ഓമർ നിറയെ മന്ന അതിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ തലമുറകൾക്ക് സൂക്ഷിക്കാനായി നീ അത് കർത്തൃ സന്നിധിയിൽ നീക്കിവെക്കുക. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സാക്ഷ്യഫലകത്തിനു മുമ്പിൽ സൂക്ഷിക്കാനായി അഹരോൻ അത് കരുതി വെച്ചു. ഇസ്രായേല്യർ വാസയോഗ്യമായ ഭൂമിയിൽ എത്തും വരെ 40 വർഷം മന്ന ഭക്ഷിച്ചു.
കാനാൻ ദേശാതിർത്തിയിൽ എത്തും വരെ മന്ന തന്നെയാണ് അവർ ഭക്ഷിച്ചിരുന്നത്. ഓമർ എന്നത് എഫായുടെ 10 പുറപ്പാട് അധ്യായം 17. പാറയിൽ നിന്ന് ജലം. അവരുടെ യാത്രകൾക്കുള്ള കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് ഇസ്രായേലി സമൂഹം മുഴുവൻ സീൻ മരുഭൂമിയിൽ നിന്ന് നീങ്ങി. അവർ റെഫിദീമിൽ പാളയമടിച്ചു. ജനത്തിന് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. ജനം മോശയുമായി കലഹിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ കുടിക്കേണ്ടതിന് ഞങ്ങൾക്ക് വെള്ളം തരുവിൻ. മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിന് എന്നോട് കലഹിക്കുന്നു? നിങ്ങൾ എന്തിന് കർത്താവിനെ പരീക്ഷിക്കുന്നു? അവിടെ ജനം വെള്ളത്തിനു വേണ്ടി ദാഹിച്ചു. അപ്പോൾ മോശയ്ക്കെതിരെ ജനം പിറുപിറുത്തു. അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഇങ്ങനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനാണ്? എന്നെയും എൻ്റെ മക്കളെയും കന്നുകാലികളെയും ദാഹം കൊണ്ട് കൊല്ലാനോ? മോശ കർത്താവിനോട് ഇപ്രകാരം നിലവിളിച്ചു, ഈ ജനത്തോട് ഞാൻ എന്തു ചെയ്യും? അല്പം കൂടി കഴിഞ്ഞാൽ അവർ എന്നെ കല്ലെറിയും. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ ജനത്തിന്റെ മുൻപിൽ കടന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരിൽ നിന്ന് ചിലരെ നിന്നോടൊപ്പം കൂട്ടി നീ നൈലിന്മേൽ അടിക്കാൻ ഉപയോഗിച്ച നിന്റെ വടിയും കയ്യിലെടുത്ത് നടക്കുക. ഞാനിതാ നിനക്ക് മുമ്പിൽ അവിടെ ഹോറബിലെ പാറമേൽ നിൽക്കുന്നുണ്ടാവും. നീ ആ പാറയിൽ അടിക്കുമ്പോൾ അതിൽ നിന്ന് ജലം നിർഗളിക്കും. ജനം കുടിക്കുകയും ചെയ്യും. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ കൺമുൻപിൽ മോശ അങ്ങനെ ചെയ്തു. ഇസ്രായേലിയർ അവിടെ വെച്ച് കലഹിച്ചതിനാലും കർത്താവ് തങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനെ പരീക്ഷിച്ചതിനാലും അവൻ ആ സ്ഥലത്തിന് മാസായും മെരീബായും എന്ന പേര് വിളിച്ചു. അമലേക്യരുമായി യുദ്ധം. അമലേക്ക് വന്ന് റെഹദീമിൽ ഇസ്രായേൽക്കാരുമായി യുദ്ധം ചെയ്തു. മോശ ജോഷുവയോട് പറഞ്ഞു, നമുക്ക് വേണ്ടി ആളുകളെ തിരഞ്ഞെടുക്കുക. പുറപ്പെട്ട് അമലേക്യരുമായി യുദ്ധം ചെയ്യുക. എന്റെ കയ്യിൽ ദൈവത്തിന്റെ വടിയുമായി നാളെ ഞാൻ കുന്നിൻ മുകളിൽ നിലയുറപ്പിക്കും. അമലേക്യരുമായി പൊരുതാൻ മോശ തന്നോട് പറഞ്ഞതുപോലെ തന്നെ ജോഷുവ പ്രവർത്തിച്ചു. മോശ, അഹറോൻ, ഹൂർ എന്നിവർ കുന്നിൻ മുകളിൽ കയറി. മോശ തന്റെ കരം ഉയർത്തുന്നതനുസരിച്ച് ഇസ്രായേൽക്കാർ മുന്നേറി. തന്റെ കരം താഴ്ത്തുന്നതനുസരിച്ച് അമലേക്ക് മുന്നേറി. മോശയുടെ കരങ്ങൾ കുഴഞ്ഞവയായി. അവർ ഒരു കല്ലെടുത്ത് അവന്റെ കീഴിലേക്ക് വെച്ചു കൊടുത്തു. അവൻ അതിന്മേലിരുന്നു. അഹറോനും ഹൂറും ഒരുവൻ ഒരു വശത്തും അപരൻ മറുവശത്തുമായി അവന്റെ കരങ്ങൾ താങ്ങിക്കൊടുത്തു. അതിനാൽ സൂര്യൻ മറയുന്നതുവരെ അവന്റെ കരങ്ങൾ ദൃഢമായി നിന്നു. ജോഷുവ അമലേഖിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ നിലം പരിചാക്കി. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ സ്മാരകമായി ഇത് പുസ്തകത്തിൽ എഴുതുക. ആകാശത്തിന് കീഴിൽ നിന്ന് അമലേക്കിന്റെ ഓർമ്മ ഞാൻ തീർത്തും തുടച്ചു നീക്കുമെന്ന് ജോഷുവയുടെ ചെവികളിലെത്തിക്കുക. മോശ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു. അതിന് യാഹ്വേ നിസ്സി എന്ന് പേര് വിളിച്ചു. അവൻ പറഞ്ഞു, ശക്തി കർത്തന്റെ സിംഹാസനത്തിന്മേലായതുകൊണ്ട് യുദ്ധം കർത്താവിൻ്റെതായിരിക്കും. അമലേക്യർക്കെതിരെ തലമുറ തോറും. സങ്കീർത്തനങ്ങൾ 66 മുതൽ 70 വരെ. സങ്കീർത്തനം 66. ദൈവത്തിന്റെ മഹാപ്രവൃത്തികൾക്ക് കൃതജ്ഞത. ഭൂമി മുഴുവനുമേ ദൈവത്തിന് ആർപ്പ് വിളിക്കുവേൻ. തിരുനാമത്തിന്റെ മഹത്വം പാടിപ്പുകഴ്ത്തുവേൻ. അവിടുത്തെ സ്തുതിയുടെ മഹത്വം സ്ഥാപിക്കുവേൻ. ദൈവത്തോട് പറയുവിൻ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം. അങ്ങയുടെ ശക്തി പ്രാഭവത്താൽ അങ്ങയുടെ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങും. ഭൂമി മുഴുവൻ അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു. അങ്ങേക്ക് കീർത്തനം ആലപിക്കുന്നു. തിരുനാമം പാടിപ്പുകഴ്ത്തുന്നു. നിങ്ങൾ വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവിൻ. മനുഷ്യമക്കൾക്ക് മേലുള്ള കർമ്മത്തിൽ അവിടുന്ന് വിസ്മയനീയനാണ്. അവിടുന്ന് ഉണങ്ങിയ നിലമായി സമുദ്രത്തെ മാറ്റി. അവർ നദിയിലൂടെ കാൽനടയായി കടന്നു. അവിടെ നമ്മൾ അവിടുന്ന് സന്തോഷിച്ചു. അവിടുന്ന് തന്റെ കരുത്തിൽ എന്നേക്കും വാഴുന്നു. അവിടുത്തെ നയനങ്ങൾ ജനതകളെ നിരീക്ഷിക്കുന്നു. മത്സരബുദ്ധികൾ തങ്ങളെ തന്നെ ഉയർത്താതിരിക്കട്ടെ. ജനങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവിൻ. അവിടത്തേക്ക് സ്തുതിയുടെ സ്വരം വിസ്തൃതമാക്കുവിൻ. ജീവിക്കുന്നവരുടെ ഇടയിൽ നമ്മുടെ ആത്മാവിനെ നിലനിർത്തുന്നവൻ നമ്മുടെ കാലിടറാൻ സമ്മതിക്കുകയില്ല. എന്തെന്നാൽ ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു. വെള്ളി ശുദ്ധി ചെയ്യുന്നത് പോലെ അങ്ങ് ഞങ്ങളെ ശുദ്ധി ചെയ്തു. അങ്ങ് ഞങ്ങളെ കെണിയിൽ അകപ്പെടുത്തി. ഞങ്ങളുടെ അരക്കെട്ടിൽ ഭാരം കയറ്റിവെച്ചു. അങ്ങ് മർത്തിനെ ഞങ്ങളുടെ ശിരസ് ചവിട്ടി നടത്തിച്ചു. ഞങ്ങൾ തീയിലും വെള്ളത്തിലും അകപ്പെട്ടു. എങ്കിലും അങ്ങ് ഞങ്ങളെ സമൃദ്ധിയിലേക്ക് എത്തിച്ചു. ദഹനയാഗങ്ങളുമായി ഞാൻ അങ്ങയുടെ ആലയം പോകും. അങ്ങേക്ക് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. എൻ്റെ കഷ്ടതയിൽ എൻ്റെ അധരങ്ങൾ ഉരുവിട്ടതും എൻ്റെ വായ് മൊഴിഞ്ഞതുമാണ് അവ. മുട്ടാടുകളുടെ ധൂമയാഗത്തോടൊപ്പം കൊഴുപ്പിൻ്റെ ദഹനയാഗങ്ങൾ ഞാൻ അങ്ങേക്ക് അർപ്പിക്കും. ആൺകോലാടുകളോടൊപ്പം കാളയെയും സമർപ്പിക്കും.
ദൈവത്തെ ഭയപ്പെടുന്ന എല്ലാവരും വന്ന് കേൾക്കുവേൻ. എൻ്റെ ആത്മാവിനു വേണ്ടി അവിടുന്ന് ചെയ്തത് ഞാൻ വിവരിക്കാം. എൻ്റെ വായ് അവിടുത്തോട് വിളിച്ചപേക്ഷിച്ചു. എൻ്റെ നാവിൽ അവിടുത്തെ പുകഴ്ചയായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ ഞാൻ തിന്മ നിരൂപിച്ചിരുന്നെങ്കിൽ നാഥൻ കേൾക്കുമായിരുന്നില്ല. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയും എന്നിൽ നിന്ന് തൻ്റെ കാരുണ്യവും നിരാകരിക്കാതിരുന്നതുകൊണ്ട് ദൈവം വാഴ്ത്തപ്പെടട്ടെ. സങ്കീർത്തനം 67. വിളവിൻ്റെ ദൈവവും ജനപദങ്ങളും. ദൈവം നമ്മിൽ കനിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നേരെ തൻ്റെ മുഖം അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ഭൂമിയിൽ അങ്ങയുടെ വഴിയും എല്ലാ ജനതകളിലും അങ്ങയുടെ രക്ഷയും അറിയാനാണിത്. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. ജനങ്ങളെല്ലാം അങ്ങയെ പ്രകീർത്തിക്കട്ടെ. ജനപദങ്ങൾ സന്തോഷിക്കുകയും ആർപ്പു വിളിക്കുകയും ചെയ്യട്ടെ. എന്തെന്നാൽ അങ്ങ് ജനങ്ങളെയും ജനപദങ്ങളെയും സത്യസന്ധമായി ന്യായം വിധിക്കുകയും അവരെ ഭൂമിയിൽ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജനങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. ഞങ്ങളെല്ലാവരും അങ്ങയെ പ്രകീർത്തിക്കട്ടെ. ഭൂമി അതിൻ്റെ വിളവ് നൽകി. നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഭൂമിയുടെ എല്ലാ അതിർത്തികളും അവിടുത്തെ ഭയപ്പെടട്ടെ. സങ്കീർത്തനം 68. ദൈവത്തിൻ്റെ ജൈത്രയാത്ര. ദൈവം എഴുന്നേൽക്കട്ടെ. അവിടുത്തെ ശത്രുക്കൾ ചിതറട്ടെ. അവിടുത്തെ വിദ്വേഷകർ തിരുമുമ്പിൽ നിന്ന് പലായനം ചെയ്യട്ടെ. കാറ്റിൽ പുക തുരത്തപ്പെടുന്നത് പോലെ അങ്ങ് അവരെ തുരത്തണമേ. അഗ്നിക്ക് മുമ്പിൽ മെഴുകുരുകുന്നത് പോലെ ദൈവസന്നിധിയിൽ ദുഷ്ടനാശമടയട്ടെ. നീതിമാന്മാർ സന്തോഷിച്ച് ആഹ്ലാദിക്കട്ടെ. ദൈവസന്നിധിയിൽ അവർ സന്തോഷത്താൽ ഉല്ലസിക്കട്ടെ. ദൈവത്തിന് ഗീതമാലപിക്കുവേൻ. അവിടുത്തെ നാമം പാടി പുകഴ്ത്തുവേൻ. മരുഭൂമിയിൽ സവാരി ചെയ്യുന്നവന് വഴിയൊരുക്കുവിൻ. അവിടുത്തെ നാമം കർത്തൻ എന്നാണ്. അവിടുത്തെ മുമ്പിൽ ആഹ്ലാദിക്കുവിൻ. അനാഥരുടെ പിതാവും വിധവകളുടെ സംരക്ഷകനുമായി ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിലുണ്ട്. ദൈവം ഏകാന്തരെ വീട്ടിൽ നിവസിപ്പിക്കുന്നവനാണ്. തടവുകാരെ ഐശ്വര്യത്തോടെ പുറത്തെത്തിക്കുന്നവനാണ്. വിമതർ മാത്രം വരണ്ട സ്ഥലം പാർപ്പിടമാക്കുന്നു. ദൈവമേ, അങ്ങയുടെ ജനത്തിന്റെ മുമ്പിലായി അങ്ങ് പുറപ്പെട്ടപ്പോൾ, വിജനതയിലൂടെ അങ്ങ് ചുവടുവെച്ചപ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം മൂലം ആകാശം മാരി തൂകിയതിനു പുറമെ ഭൂമി കുലുങ്ങി. ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ സാന്നിധ്യം മൂലം അവിടെയുള്ള സീനായി തന്നെ. ദൈവമേ, അങ്ങ് സ്വാഭീഷ്ട സമ്മാനങ്ങളായി മഴ വർഷിച്ചു. അങ്ങയുടെ അവകാശം വാടിത്തളർന്നപ്പോൾ അങ്ങ് അതിനെ ഉറപ്പിച്ചു. ദൈവമേ, അങ്ങയുടെ ജീവജാലം അതിൽ വസിച്ചു. അങ്ങയുടെ നന്മയിൽ അങ്ങ് അഗതിക്ക് വേണ്ടി സജ്ജീകരണം ചെയ്തു. നാഥൻ കൽപ്പന നൽകുന്നു. സദ്വാർത്തയുടെ ദൂതർ ഒരു മഹാവ്യൂഹമാണ്. സൈന്യങ്ങളുടെ രാജാക്കന്മാർ പായുന്നു, ഒളിച്ചു പായുന്നു. വീട്ടമ്മയോ കവർച്ച വസ്തു പങ്കിടുന്നു. നിങ്ങൾ ആലകൾക്കിടയിൽ ശയിക്കുകയാണോ? വെള്ളി കൊണ്ട് പൊതിഞ്ഞ പ്രാവിൻ ചിറകുകൾ, അതിന്റെ തൂവലുകളോ തനി സ്വർണ്ണ നിർമ്മിതം. സർവശക്തൻ സൽമോനിലെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ അതിൽ അവിടുന്ന് മഞ്ഞു പെയ്യിച്ചു. ദൈവത്തിന്റെ മലയായ ബാഷാൻ മലയെ, കൊടുമുടികളുടെ മലനിരയായ ബാഷാൻ മലയെ, കൊടുമുടികൾ ഉള്ള മലയെ, നിങ്ങൾ എന്തിനസൂയപ്പെടുന്നു? തനിക്ക് വസിക്കാനാണ് ദൈവം ആ മല മോഹിച്ചത്. കർത്താവ് അവിടെ നിത്യം വസിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ രഥവ്യൂഹം 20,000 ആയിരങ്ങളുടെ ആവർത്തനം. നാഥൻ സീനായിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു. അങ്ങ് ഉന്നതത്തിലേക്ക് ആരോഹണം ചെയ്തു. അങ്ങ് ബന്ധനാവസ്ഥ ബന്ധിതമാക്കി. മനുഷ്യവംശത്തിലെ വിമതരിലെ പോലും കാഴ്ചകൾ അങ്ങ് സ്വീകരിച്ചു. ദൈവമായ കർത്തൻ വസിക്കേണ്ടതിന് തന്നെ. നാഥൻ അനുദിനം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നമ്മുടെ രക്ഷയായ തമ്പുരാൻ നമുക്ക് വേണ്ടി ഭാരം പേറുന്നു. തമ്പുരാൻ നമുക്ക് രക്ഷാകാര്യങ്ങൾക്കുള്ള തമ്പുരാനാണ്. മരണത്തിൽ നിന്നുള്ള വിമോചനം നാഥനായ കർത്താവിൻ്റെതാണ്. എന്നാൽ ദൈവം തന്റെ ശത്രുക്കളുടെ ശിരസ് തകർക്കും. അപരാധങ്ങളിൽ വസിക്കുന്നവന്റെ കേശാലങ്കൃത മൂർധാവ് തന്നെ. നാഥൻ അരുൾ ചെയ്തു, ബാഷാനിൽ നിന്ന് ഞാൻ തിരിച്ചു കൊണ്ടുവരും. സമുദ്രത്തിന്റെ അഗാധങ്ങളിൽ നിന്ന് ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഇത് നിന്റെ കാൽ രക്തത്തിൽ ആഴുന്നതിനാണ്. ശത്രുക്കളിൽ നിന്ന് ഓഹരിയുള്ളതുകൊണ്ട് നിന്റെ നായ്ക്കളുടെ നാവും. ദൈവമേ, അങ്ങയുടെ എഴുന്നള്ളത്ത് അവർ കണ്ടു. എന്റെ രാജാവായ എന്റെ തമ്പുരാന്റെ വിശുദ്ധ സ്ഥലത്തെ എഴുന്നള്ളത്ത്. മുമ്പിൽ ഗായകർ, പിമ്പിൽ വാദ്യക്കാർ, നടുവിൽ തപ്പുകൂട്ടുന്ന തരുണികൾ. സഭയിലുള്ളവരെ, ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ള നിങ്ങൾ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവിൻ. അവിടെ ഇളയവനായ ബെഞ്ചമിൻ അവരെ നിയന്ത്രിക്കുന്നു. അവരുടെ ആൾക്കൂട്ടം യൂദാ പ്രഭുക്കന്മാർ, സെബുലൂൺ പ്രഭുക്കന്മാർ, നഫ്താലി പ്രഭുക്കന്മാർ എന്നിവരാണ്.
നിന്റെ ശക്തി ആധികാരികമാക്കിയിരിക്കുന്നത് നിന്റെ ദൈവമാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവമേ, അങ്ങ് ശക്തി പ്രകടമാക്കണമേ. അത് അങ്ങേ ആലയത്തിൽ നിന്ന് ജെറുസലേമിനെ പ്രതിയാകട്ടെ. രാജാക്കന്മാർ അങ്ങേക്ക് കപ്പം കൊണ്ടുവരട്ടെ. ഞാങ്ങണയ്ക്കിടയിലെ മൃഗത്തെ ശാസിക്കണമേ. ജനങ്ങളുടെ മൂരിക്കിടാങ്ങളിലെ കൂറ്റന്മാരുടെ സംഘത്തെയും. വെള്ളിക്കട്ടികളിൽ പ്രണമിക്കുന്നവനാണവൻ. പോരാട്ടങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ ചിതറിക്കണമേ. പ്രഗത്ഭന്മാർ ഈജിപ്തിൽ നിന്ന് ആഗതരാകട്ടെ. എത്യോപ്യ ദൈവത്തിനായി വേഗം കൈകൾ നീട്ടട്ടെ. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് ഗീതം ആലപിക്കുവൻ. നാഥനെ പാടി പുകഴ്ത്തുവൻ. പൂർവാകാശങ്ങളുടെ ആകാശങ്ങളിൽ സവാരി ചെയ്യുന്നവനെ തന്നെ. അതാ അവിടുന്ന് തന്റെ ശബ്ദം, ശക്തമായ ശബ്ദം മുഴക്കുന്നു. ശക്തി ദൈവത്തിൻ്റെതെന്ന് അംഗീകരിക്കുവിൻ. അവിടുത്തെ പ്രൗഢി ഇസ്രായേലിന്റെ മേലുണ്ട്. വാനിടങ്ങളിൽ അവിടുത്തെ ശക്തിയും. ഭീതിതനായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ മന്ദിരങ്ങളിൽ നിന്ന് അങ്ങ് ഇസ്രായേലിന്റെ തമ്പുരാനായി ജനത്തിന് ശക്തി പ്രഭാവങ്ങൾ പ്രദാനം ചെയ്യുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. സങ്കീർത്തനം 69. ദീനരോധനം. ദൈവമേ, എന്നെ രക്ഷിക്കണമേ. വെള്ളം കഴുത്തോളം എത്തിയിരിക്കുന്നു. അഗാധത്തിലെ ചേറ്റിൽ ഞാൻ താഴുന്നു. നിലയില്ലാതെയുമായിരിക്കുന്നു. നീർക്കയങ്ങളിൽ ഞാൻ എത്തിയിരിക്കുന്നു. പ്രവാഹം എന്നെ കവിഞ്ഞൊഴുകുന്നു. നിലവിളിച്ച് ഞാൻ തളർന്നു. എൻ്റെ തൊണ്ട വരണ്ടു. എൻ്റെ ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. വെറുതെ എന്നെ വെറുക്കുന്നവർ എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ്. എന്നെ ഇല്ലായ്മ ചെയ്യുന്ന നുണയരായ എൻ്റെ ശത്രുക്കൾ പ്രബലരാണ്. മോഷ്ടിക്കാത്തത് ഞാൻ തിരിച്ചു കൊടുക്കണമെന്നോ? ദൈവമേ, എൻ്റെ ഭോഷത്വം അങ്ങ് അറിയുന്നു. എൻ്റെ അപരാധങ്ങൾ അങ്ങിൽ നിന്ന് മറയ്ക്കപ്പെട്ടിട്ടില്ല. സൈന്യങ്ങളുടെ കർത്താവായ നാഥ, അങ്ങേ കാത്തിരിക്കുന്നവർ ഞാൻ മൂലം ലജ്ജിക്കാതിരിക്കട്ടെ. ഇസ്രായേലിന്റെ ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാതിരിക്കട്ടെ. എന്തെന്നാൽ അങ്ങേ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിക്കുന്നത്. അപമാനം എൻ്റെ മുഖം ആവരണം ചെയ്യുന്നതും. എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനായി, എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനും. എന്തെന്നാൽ അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങി. അങ്ങേ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ നിവദിച്ചു. എൻ്റെ ഉപവാസം കൊണ്ട് ഞാൻ കരഞ്ഞപ്പോൾ അതെനിക്ക് നിന്ദനങ്ങളായി തീർന്നു. എൻ്റെ വസ്ത്രമായി ഞാൻ ചാക്കൊടുത്തപ്പോൾ അവർക്ക് ഞാൻ ഒരു പഴമൊഴിയായി ഭവിച്ചു. കവാടത്തിങ്കിലിരിക്കുന്നവർ എന്നെക്കുറിച്ച് അടക്കം പറയുന്നു. മദ്യപന്മാരുടെ പരിഹാസഗാനങ്ങളും. എന്നെ സംബന്ധിച്ചാകട്ടെ, കർത്താവേ, അങ്ങയോടുള്ള എൻ്റെ പ്രാർത്ഥനയാണ് പ്രസാദകാലം. ദൈവമേ, അങ്ങയുടെ കാരുണ്യാതിരേകത്തിൽ, അങ്ങേ രക്ഷയുടെ വിശ്വസ്തതയിൽ എനിക്ക് ഉത്തരമരുളണമേ. ചേറ്റിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞാൻ താണുപോകാതിരിക്കട്ടെ. എന്നെ വെറുക്കുന്നവരിൽ നിന്നും നീർക്കയങ്ങളിൽ നിന്നും ഞാൻ മോചിതനാകട്ടെ. ജലപ്രവാഹം എന്നെ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ. ആഴം എന്നെ വിഴുങ്ങാതിരിക്കട്ടെ. ഗർത്തം എൻ്റെ മേൽ വായടയ്ക്കാതിരിക്കട്ടെ. കർത്താവേ, എനിക്ക് ഉത്തരമരുളണമേ. അങ്ങയുടെ കാരുണ്യം ഉത്തമമാണല്ലോ. അങ്ങയുടെ ആർദ്രത സമൃദ്ധിക്ക് ചേർന്ന വിധം എൻ്റെ നേർക്ക് മുഖം തിരിക്കണമേ. അങ്ങയുടെ ദാസനിൽ നിന്ന് തിരുമുഖം മറയ്ക്കരുതേ. എനിക്ക് കഷ്ടതയായതിനാൽ വേഗം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ ആത്മാവിനെ സമീപിച്ച് അതിനെ വീണ്ടെടുക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ പരിത്രാണം ചെയ്യണമേ. എൻ്റെ നിന്ദനവും ലജ്ജയും അപമാനവും അങ്ങറിയുന്നു. എൻ്റെ എതിരാളികളെല്ലാം അങ്ങയുടെ മുൻപിലുണ്ട്. നിന്ദനം എൻ്റെ ഹൃദയം തകർത്തു. ഞാൻ രോഗിയായി. ഇല്ലാത്ത സഹതാപത്തിനായി ഞാൻ കാത്തിരുന്നു. കണ്ടെത്താത്ത സമാശ്വാസകർക്കായും. അവർ എൻ്റെ ഭക്ഷണത്തിൽ വിഷം തന്നു. എൻ്റെ ദാഹത്തിന് അവർ എന്നെ വിനാഗിരി കുടിപ്പിച്ചു. അവരുടെ മുമ്പിലുള്ള മേശ കെണിയായി തീരട്ടെ. അവരുടെ സമാധാനയാഗങ്ങൾ കുരുക്കായി തീരട്ടെ. അവരുടെ കണ്ണുകൾ കാഴ്ചയില്ലാതായി ഇരുളടയട്ടെ. അങ്ങയുടെ അരക്കെട്ടുകൾ നിരന്തരം വിറകൊള്ളട്ടെ. അങ്ങയുടെ രോഷം അവരുടെ മേൽ വർഷിക്കണമേ. അങ്ങയുടെ ഉഗ്രകോപം അവരെ ഗ്രസിക്കട്ടെ. അവരുടെ താവളം ശൂന്യമാകട്ടെ. അവരുടെ കൂടാരങ്ങളിൽ നിവാസി ഉണ്ടാകാതിരിക്കട്ടെ. എന്തെന്നാൽ അങ്ങ് പ്രഹരിച്ചവരെ അവർ പിന്തുടരുന്നു. അങ്ങ് മുറിവേൽപ്പിച്ചവരുടെ വേദനയെക്കുറിച്ച് അവർ പരസ്യപ്പെടുത്തുന്നു. അവരുടെ ശിക്ഷയ്ക്കുമേൽ അങ്ങ് ശിക്ഷ നൽകണമേ. അങ്ങയുടെ നീതിയിലേക്ക് അവർ വന്നു ചേരാതിരിക്കട്ടെ. ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവർ മായ്ക്കപ്പെടട്ടെ. നീതിമാന്മാരോടൊപ്പം അവർ അങ്കിതരാകാതിരിക്കട്ടെ. ഞാൻ അഗതിയും വേദനിക്കുന്നവനുമാണ്. ദൈവമേ, അങ്ങയുടെ രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ. ദൈവത്തിന്റെ നാമം ഞാൻ പാട്ടുപാടി സ്തുതിക്കും. കൃതജ്ഞതാഗീതത്തോടെ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. കാളയേക്കാൾ
കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ അത് കർത്താവിന് പ്രീതികരമായിരിക്കും. പീഡിതർ അത് കണ്ട് സന്തോഷിക്കട്ടെ. ദൈവാന്വേഷകരെ, നിങ്ങളുടെ ഹൃദയം സജീവമായിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് ദരിദ്രരുടെ മേൽ ചെവി ചായ്ക്കുന്നവനാണ്. തന്റെ ബന്ധിതരെ അവിടുന്ന് നിന്ദാപാത്രമാക്കുകയില്ല. ആകാശവും ഭൂമിയും സമുദ്രവും അവയിൽ സഞ്ചരിക്കുന്ന സമസ്തവും അവിടുത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ ദൈവം സിയോനെ രക്ഷിക്കും, യൂദായുടെ നഗരങ്ങൾ പുതുക്കിപ്പണിയും. അവർ അവിടെ വസിക്കുകയും അത് കൈവശമാക്കുകയും ചെയ്യും. അവിടുത്തെ ദാസരുടെ സന്തതികൾ അത് അവകാശമാക്കും. തിരുനാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കുകയും ചെയ്യും. സങ്കീർത്തനം 70. കർത്താവേ, വേഗം വരണമേ. ദൈവമേ, എന്നെ മോചിപ്പിക്കാൻ, കർത്താവെ എന്നെ സഹായിക്കാൻ തിടുക്കം കൂട്ടണമേ. എൻ്റെ ജീവൻ അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭഗ്നാശരാകട്ടെ. എൻ്റെ തിന്മ ആഗ്രഹിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനിതരാകട്ടെ. ഹാ ഹാ എന്ന് പറയുന്നവർ തങ്ങളുടെ ലജ്ജ മൂലം പിന്തിരിയട്ടെ. അങ്ങയെ അന്വേഷിക്കുന്ന എല്ലാവരും അങ്ങിൽ ഉല്ലസിച്ച് സന്തോഷിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനായിരിക്കട്ടെ എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ഞാൻ അഗതിയും ദരിദ്രനുമാണെങ്കിലും ദൈവമേ, എനിക്ക് വേണ്ടി തിടുക്കം കൂട്ടണമേ. എൻ്റെ സഹായവും വിടുതലും അങ്ങാണ്. കർത്താവേ, വൈകരുതേ.